ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപകൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഈ മാധ്യമത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനധ്യാനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു: കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ ആത്മാവിൽ അവിടത്തോട് ഒന്നായിത്തീരുന്നു. ദൈവത്തോട് പറ്റിച്ചേരുന്നവൻ ആത്മാവിൽ അവിടത്തോട് ഒന്നായിത്തീരുന്നു. ദൈവത്തോട് ഒന്നായിത്തീരുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവവുമായി ഒന്നായിത്തീരുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കാണാൻ കഴിയും, ക്രിസ്തു യേശുവിനെ നമ്മൾ കർത്താവായി കൈക്കൊണ്ടതുപോലെ അവിടത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുവിൻ എന്ന് അവിടുത്തെ ആ വേദഭാഗത്ത് നമുക്ക് അവിടെ വചനം കാണുവാൻ കഴിയും. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്ന ഒരാൾക്ക് മാത്രമേ കർത്താവിനോട് പറ്റിച്ചേരുവാൻ കഴിയുകയുള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിനോട് പറ്റിച്ചേരുന്നത് സ്നാനത്തിലൂടെയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്നാനമെടുക്കുന്ന ഒരു വ്യക്തി, മുഴുവൻ സ്നാനമെടുക്കുന്ന ഒരു വ്യക്തി കർത്താവിൻ്റെ ശരീരത്തോട് പറ്റിച്ചേരുന്നു, കർത്താവിനോട് ഒന്നായിത്തീരുന്നു. കാരണം കർത്താവിൻ്റെ ശരീരമായി മാറുന്നു എന്നൊക്കെ വ്യക്തമായി നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ, അതായത് സ്നാനമെടുത്ത് സ്നാനത്തിലൂടെ കർത്താവിൻ്റെ ശരീരത്തോട് പറ്റിച്ചേരുന്ന ഒരു വ്യക്തി ആത്മാവിൽ കർത്താവിനോട് ഒന്നായിത്തീരുകയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്ന ഓരോ വാക്കും, ദൈവത്തിൻ്റെ കാര്യങ്ങളെല്ലാം എന്ന് മാത്രമാണ്. നമുക്കറിയാം, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് എന്ന് ആണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം പറയുന്ന ഓരോ കാര്യവും എന്നായിത്തീരുമ്പോൾ നാം അനുസരിക്കുന്ന ഏത് കാര്യം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവം പറയുന്ന കൽപ്പനകൾ നാം എത്രത്തോളം അനുസരിക്കാൻ നമ്മൾ തയ്യാറാകുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ കേൾക്കുക മാത്രമല്ല, അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നാം ഓരോരുത്തരും നീങ്ങേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം, നാം ഓരോരുത്തരും ഒത്തിരി വാഗ്ദത്തങ്ങൾ കേൾക്കുന്നവരാണ്, ഒത്തിരി പ്രവചനാത്മാവുള്ള ദൈവശബ്ദം നമ്മൾ കേൾക്കുന്നതാണ്. ഇന്ന രീതിയിലായി തീരാം, ഇന്ന കാര്യങ്ങൾ നമുക്ക് സംഭവിക്കുന്നില്ല. പക്ഷേ നാം ചിന്തിക്കുമ്പോൾ എത്രമാത്രം നാം അത് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നു എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ കേട്ട് അതുപോലെ തന്നെ കടന്നു പോകുന്നവരായിട്ടല്ല. ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ നിറവേറണമെങ്കിൽ, ദൈവം നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി നമ്മളെ ഉൾപ്പെടുത്തിയിരിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണം നമുക്ക് പ്രാപിക്കണമെങ്കിൽ, അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിൽ ഒന്നായി തീരേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ആത്മാവ് കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ചും ഒരു പിതാവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മോടുകൂടി ഇരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ നാം ഓരോരുത്തരും മക്കൾ എന്നുള്ള പദവിയിൽ കർത്താവിനോട് ചേർന്നിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ, ദൈവത്തോട് പറ്റിച്ചേരുന്നവൻ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ ആത്മാവിൽ ദൈവത്തോട് ഒന്നായിത്തീരുന്നു. ദൈവം ആഗ്രഹിച്ചതും അത് തന്നെയാണ്. ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തെ വിട്ടകന്നു പോയ ദൈവത്തിൻ്റെ മക്കൾ, ദൈവത്തിൻ്റെ ജനം ദൈവത്തോട് ചേർന്ന് നടക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു. അതിന് പ്രകാരമാണ് തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവരി ക്രൂശിൽ യാഗമായി നമുക്ക് വേണ്ടി ദൈവം അർപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. ഈ കർത്താവായ യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സകല സൗഭാഗ്യങ്ങളും വെടിഞ്ഞു നാം ഓരോരുത്തരും ചെയ്യാൻ തയ്യാറാകാത്തത്, അല്ലെങ്കിൽ ഒരു രാജകുടുംബത്തിൽ ജനിച്ച ഒരു രാജകുമാരൻ ഒരിക്കലും ആ രാജകീയ ഭവനം അല്ലെങ്കിൽ രാജകീയമായ അന്തരീക്ഷം വിട്ട് ഒരു സാധാരണ കുടുംബത്തിലേക്ക് ഇറങ്ങിച്ചേരുവാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. സാധാരണ ജനങ്ങളോടൊത്ത് താമസിക്കുവാനോ സാധാരണ രീതിയിലുള്ള ഒരു ലളിതമായ ജീവിതം നയിക്കുവാനോ അവരാരും ആഗ്രഹിക്കാറില്ല. പക്ഷേ സർവശക്തനായ ദൈവം സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ്, സ്വർഗത്തിലെ സകല സൗഭാഗ്യങ്ങളെ വെടിഞ്ഞ് എനിക്കും നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി ഭൂമിയിലേക്ക്, ഈ കഷ്ടത നിറഞ്ഞ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ഭയാനകമായ ഭീതിയുടെ അന്തരീക്ഷം, അല്ലെങ്കിൽ എപ്പോഴും പാപത്തിൻ്റെ പങ്കിലമായ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുവാൻ സർവശക്തനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ തന്നെ യേശുക്രിസ്തു അതെല്ലാം അതെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറായി ഈ ഭൂമിയിലേക്ക് കടന്നു. മനസ്സ് എത്രയോ വളരെ വിശാലമേറിയതാണ്. നമുക്ക് ഓരോരുത്തർക്കും ദൈവിക സ്വഭാവം അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിൻ്റെ സ്വഭാവം പാപഭംഗിരമായ പാപത്തിൻ്റെ ചെളിയിലായിരുന്ന മനുഷ്യനെ തിരിച്ച് കർത്താവിൻ്റെ മക്കളാക്കി, ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുവാൻ തക്കവണ്ണം ഈ കർത്താവ് നമുക്ക് വേണ്ടി ആണിപ്പാടേൽക്കുവാൻ, അല്ലെങ്കിൽ
പച്ചപ്പയന്മാരെ കുരിശ് ചുമക്കുവാൻ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി കഷ്ടത ഏൽക്കുവാൻ, നമ്മുടെ പാപങ്ങളെ കർത്താവിലേക്ക് വഹിക്കുവാൻ, കർത്താവിൻ്റെ ശരീരത്തിൽ വഹിക്കുവാനൊക്കെ തയ്യാറായി. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി കടന്നു വന്ന് ഈ അവസാനത്തോടെ രക്തം വരെ ഊറ്റി തന്ന് നമ്മെ ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റിയ ഈ കർത്താവിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കുവാൻ കഴിഞ്ഞാൽ, ഈ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞാൽ അത്രയോ ഭാഗ്യകരമായ പദവിയാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുക മാത്രമല്ല, ദൈവത്തിൻ്റെ മക്കളായി തന്നെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ ദൈവം അവിടെ നിന്ന് അധികാരം കൊടുത്തു. പക്ഷേ വായ് കൊണ്ട് ഏറ്റുപറയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ മകനായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മകളായി മാറുന്നു. അത് വാസ്തവമായ ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ വാക്കിൽ മാത്രം ദൈവത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമാണ്. പിതാവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും രക്തം മക്കളുടെ ശരീരത്തിലൂടെ ഒഴുകുമ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം എത്രമാത്രം കുഞ്ഞുങ്ങളിലൂടെ പ്രകടമാകുന്നു, അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവിനോട് ചേർന്നിരുന്ന് സ്നാനത്താൽ കർത്താവിനോട് ചേർന്ന് ആത്മാവിൽ ഒന്നായിത്തീരുന്ന ഒരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെ ഓടുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമായിരിക്കണം. ആ മനുഷ്യനിൽ നിന്ന് പുറത്തു വരേണ്ടത് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കണം, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ താഴ്മയുള്ള സ്വഭാവമായിരിക്കണം, വിശാല ഹൃദയമുള്ള ഒരു സ്വഭാവമായിരിക്കണം അവരിൽ നിന്നൊക്കെയും പുറത്തു വരേണ്ടത്. നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ വിശുദ്ധ മന്ദിരമാക്കി വേർതിരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം. ദൈവത്തിൻ്റെ മക്കളായിത്തീരുന്ന ഓരോ വ്യക്തിയും ദൈവത്തിന് വസിക്കുവാൻ തക്കോണം ആ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരങ്ങളായി ഓരോ ശരീരത്തെയും ദൈവം മാറ്റിയിരിക്കുകയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ തന്നെ ദൈവം നമ്മിൽ വസിക്കുന്നു എന്നുള്ള ഒരു ഓർമ്മ, ഒരു ബോധം, ഒരു സുബോധം എപ്പോഴും ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു പ്രവൃത്തിയിലൂടെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സംസാരത്തിലൂടെ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മോഹങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ നിന്ന് അകലുവാൻ ഒത്തിരി സാധ്യതകളുണ്ട്. ദൈവഹിതമില്ലാത്ത കാഴ്ചകൾ കാണുന്നത്, ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നത്, നമ്മുടെ ഹൃദയം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചായ്ക്കുന്നതെല്ലാം കർത്താവിന് അത് ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മിലുള്ള ദൈവിക സാന്നിധ്യം നമ്മിൽ നിന്ന് മാറിപ്പോകുവാൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ചോർത്ത് ദുഃഖിക്കുവാൻ അത് ഇടയായിത്തീരും. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ തന്നെ, നാം ഓരോരുത്തരും ദൈവ മക്കളായി ജീവിക്കുമ്പോൾ തന്നെ വാസ്തവമായി നമ്മിലൂടെ പ്രകടമാകേണ്ടത് യഥാർത്ഥ ദൈവിക സ്വഭാവം, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മിലൂടെ പ്രകടമാകേണ്ടത് ആവശ്യമാണ്. നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ കർത്താവിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. നാം കർത്താവിനോട് കൂടെ നിത്യതയിലായിരിക്കുമ്പോൾ ദൈവിക സ്വഭാവം ദൈവത്തോട് ചേർന്ന് നമ്മൾ അനുരൂപപ്പെട്ട് ആ സ്ഥാനത്ത് ആ സാഹചര്യത്തിൽ നമ്മൾ ദൈവത്തോട് കൂടെ ചേർന്ന് ആരാധിക്കുന്ന നമ്മൾ ആ സമയത്ത് മാത്രമല്ല നമ്മൾ ദൈവിക സ്വഭാവം വെളിപ്പെടുത്തേണ്ടത്. നമ്മൾ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവിക സ്വഭാവം ഉള്ളവരായി നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന വിശുദ്ധ മന്ദിരം എന്നുള്ള ആ ഒരു പദവി അത് എല്ലാ വ്യക്തികൾക്കും ലഭിക്കുന്ന ഒരു കാര്യമല്ല. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളായി തീരുമ്പോൾ തന്നെ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരമാണ്, ദൈവം എന്നിൽ വസിക്കുന്നു. ഈ സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം, ഈ ഭൂമിയെയും ആകാശമണ്ഡലങ്ങളെ സൃഷ്ടിച്ച ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളൊരു ബോധം എപ്പോഴും നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ചിന്തയിൽ വരേണ്ടത് ആവശ്യമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, വ്യർത്ഥ സംസാരങ്ങൾ കഴിവതും നമ്മൾ ഒഴിവാക്കണം. ദൈവത്തിൻ്റെ ആ സ്വഭാവം, ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നിലനിർത്തുവാൻ തക്കവണ്ണം എപ്രകാരം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ, എപ്രകാരം ദൈവത്തെ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിയുമോ, ഏതെല്ലാം തരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, നമുക്ക് ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് നമുക്ക് ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം നമ്മിൽ നിന്ന് ഇങ്ങനെ ഉളവായിക്കൊണ്ടേയിരിക്കേണ്ടത് ആവശ്യമാണ്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏത് സമയം അന്യഭാഷയിൽ സംസാരിക്കേണ്ടത് ആവശ്യമാണ്. ഹൃദയം കൊണ്ട് എപ്പോഴും ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട്, തൻ്റെ പിതാവായ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമായ വചനത്തിലൂടെ മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നാം ഓരോരുത്തരും എപ്പോഴും നമ്മുടെ പിതാവായ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. നമുക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നതോടൊപ്പം തന്നെ നമ്മുടെ പിതാവിൻ്റെ ഹൃദയം നമ്മൾ അറിഞ്ഞ് കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് അതുപോലെ നാം അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുമ്പോൾ
നമുക്ക് വരാനിരിക്കുന്ന ആപത്തുകൾ, അനർത്ഥങ്ങളെല്ലാം ദൈവം മാറ്റുവാനിടയായി തീരും. കാരണം നമുക്ക് പോലും അറിയാത്ത രീതിയിലാണ് ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ ദൈവത്തോട് സംസാരിക്കുമ്പോൾ അത് എന്തെന്ന് എനിക്ക് പോലും അറിയാൻ കഴിയാതിരിക്കുമ്പോൾ, കാരണം ദൈവം അത് വ്യാഖ്യാനിച്ചു തന്നാൽ മാത്രമേ എനിക്കത് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്ക് പോലും അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ, ഞാൻ വൻ കാര്യങ്ങൾ, ദൈവത്തിന്റെ കാര്യങ്ങൾ പ്രസ്താവിക്കുമ്പോൾ അത് എത്രമാത്രം ദൈവത്തിന് വിലയേറിയതാണെന്ന് നാം മനസ്സിലാക്കണം. ഒരു വാക്കെങ്കിലും കർത്താവിനോട് സംസാരിപ്പാൻ ദൈവം നൽകിയിട്ടുള്ളവർ അറപ്പ് കൂടാതെ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടേയിരിക്കണം. കാരണം ഒരു കൊച്ചു കുഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോൾ അവൾ എല്ലാ വാക്കും സംസാരിക്കണമെന്നില്ല, എല്ലാ വാക്കും ഒരുമിച്ച് അവൻ ഉച്ചരിക്കാറില്ല. അതുപോലെ ഓരോ വാക്കുകളാക്കി ദൈവം നമ്മുടെ നാവിന്മേൽ തരുമ്പോൾ, വിക്കി പറയുന്ന അധരങ്ങളിലൂടെ ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ കുഞ്ഞുമക്കൾ എപ്രകാരം ദൈവത്തോട് സംസാരിക്കുമ്പോൾ ദൈവം അത് നോക്കി ആസ്വദിപ്പാൻ തക്കോണം ദൈവം അത് സ്വർഗത്തിൽ നിന്ന് കുനിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. എപ്പോഴും കർത്താവിന്റെ സാന്നിധ്യം ആ വ്യക്തിയോട് കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസാന്നിധ്യം അനുഭവിപ്പാനും ആത്മാവിൽ ദൈവത്തോട് ഒന്നായി തീരുവാനും കഴിയുള്ളൂ. ഈ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ എത്രമാത്രം അനുഭവിക്കുന്നു, അതിന്റെ ആഴങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കട്ടെ. ഓരോ ദിവസം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദൈവസാന്നിധ്യം മാത്രം നമ്മൾ നാളെയും കൊതിക്കരുത്. നാം ഇന്ന് അനുഭവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ അളവും അല്ല നാളത്തേക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാനുള്ളത്. ഓരോ ദിവസം, ഓരോ നിമിഷം, അനുനിമിഷം ദൈവത്തോടുള്ള അടുപ്പം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും ദൈവത്തോട് ചേർന്നിരിക്കുന്നത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഈ ലോകത്തിൽ കഷ്ടതകൾ, പ്രയാസങ്ങൾ, എന്തെല്ലാം പ്രതികൂലങ്ങളൊക്കെ വന്നാലും ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു മനുഷ്യൻ അതെല്ലാം തരണം ചെയ്യാൻ ദൈവം കൃപ നൽകും. കാരണം ആ വ്യക്തി ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തിക്ക് ദൈവമായിരിക്കുന്ന സ്ഥാനത്ത് ആ വ്യക്തിയെ എപ്രകാരം ഇരുത്തിയിരിക്കുന്നു, അപ്പോൾ അതുപോലെ ദൈവം ലോകത്തെ ജയിച്ച കർത്താവിനോട് ചേർന്നിരിക്കുന്ന വ്യക്തിക്ക് ഈ കഷ്ടതകളിൽ നിന്നൊക്കെയും വിടുതൽ പ്രാപിപ്പാൻ കഴിയും. ഈ ലോകത്തിലുണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളിൽ നിന്നും ദൈവം ആ വ്യക്തിയെ തരണം ചെയ്ത് അതിനപ്പുറത്തേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം സർവശക്തനായ ദൈവമായി കൂടെയുള്ളപ്പോൾ ആപത്തുകൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, പ്രതിസന്ധികൾ വന്നാലും തളർന്നു പോകാതെ ലോക മനുഷ്യൻ തളർന്നു വീഴുന്നിടത്ത് പക്ഷെ ഒരു ആത്മീക മനുഷ്യൻ അതിനൊക്കെയും തരണം ചെയ്യാനുള്ള ബലം ദൈവം ആ മനുഷ്യന് നൽകുവാനിടയായി തീരും. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും, എന്ത് പ്രയാസങ്ങൾ വന്നാലും ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവത്തോട് കൂടെ ആത്മാവിൽ നിങ്ങൾ ദൈവത്തോട് കൂടെ ഒന്നായാണ് ഇരിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവിന്റെ മാറോട് ചേർന്നിരിക്കുകയാണ്. ഈ ദൈവം ലോകത്തെ ജയിച്ച ദൈവമാണ്. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ലോകത്തിൽ അനവധി കഷ്ടങ്ങളുണ്ട്, പക്ഷേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിനർത്ഥം എത്രത്തോളം കഷ്ടതകൾ വന്നാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും ലോകത്തെ ജയിച്ച കർത്താവിനോടാണോ നീ ചേർന്നിരിക്കുന്നത്, നിങ്ങളും ഈ ലോകത്തെ ജയിപ്പാനിടയായിത്തീരും. നിങ്ങൾക്ക് വലിയ തിരമാല പോലെ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിപ്പാനിടയായിത്തീരും. ഒരു ബോട്ട് എപ്രകാരം തിരമാലകളെ കീറിമുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് മുകളിലൂടെ തിരമാലകളെ അതിജീവിച്ച് ഒരു ബോട്ട് എപ്രകാരം യാത്ര ചെയ്യുമോ അതുപോലെ പ്രശ്നങ്ങൾ വന്നേക്കാം, വിഴുങ്ങുവാൻ തക്കോണം തിരമാലകൾ ഉയർന്നു വന്നേക്കാം. പക്ഷെ അതിലെല്ലാം തരണം ചെയ്യുക, അതിൻ്റെ മുകളിലൂടെ പോകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തും. എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്ന പ്രയാസങ്ങൾ എത്രയോ വലുതാണെന്ന്, തകർന്നു പോകും അല്ലെങ്കിൽ തളർന്നു പോകും എന്ന് നിങ്ങൾ നിരാശപ്പെട്ടിരിക്കാം. നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതങ്ങളെക്കുറിച്ച് തിരിഞ്ഞ് ചിന്തിച്ചു നോക്കും. ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ, ഇതിനേക്കാളും വലിയ പ്രതിസന്ധി വന്നപ്പോൾ നിങ്ങൾ അവിടെ ദൈവം നിലനിർത്തിയില്ലേ? അതുകൊണ്ട് ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നിങ്ങൾ നന്ദി പറയും. കർത്താവിനോട് ചേർന്നിരുന്നുകൊണ്ട് കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തിയതിനായി നന്ദി എന്ന് പറയാൻ നമുക്ക് ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ തളർന്നു പോകുന്നവരായിട്ടല്ല, കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവത്തിന്റെ ആ നടത്തിപ്പിനെ ഓർത്ത് നിങ്ങൾ നന്ദി പറയണം, ദൈവത്തിന് സ്തുതിക്കണം. ഓരോ ദിവസവും ഇല്ലായ്മകളെ കുറിച്ച് പെറുപിറുക്കുവാനല്ല, ഇല്ലായ്മകളെ ഉയർത്തിക്കാട്ടുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ രക്ഷിപ്പാൻ തക്കോണം അല്ലെങ്കിൽ നമ്മെ വെടിവെപ്പാൻ തക്കോണം ഇന്നും കർത്താവിന്റെ കാര്യം കുറുകിപ്പോകാതെ നമ്മോട് കൂടെയുള്ളപ്പോൾ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് നന്ദി പറയേണ്ടത് ആവശ്യമാണ്. നാം ഓരോരുത്തരും ജീവിക്കുന്ന ഈ കാലയളവിൽ മറ്റുള്ളവരെക്കാൾ അതിശ്രേഷ്ഠകരമായ ദൈവം നമ്മെ ഓരോരുത്തരെ നടത്തുമ്പോൾ, ദൈവം നമ്മെ ഓരോരുത്തരെ ഒരു ദിവസം പോലും, ഒരു നേരത്തെ ആഹാരത്തിന് പോലും മുടക്കം വരുത്താതെ ദൈവം ഇത്ര ശ്രേഷ്ഠകരമായി, ഇത്ര മാന്യകരമായി ദൈവം നമ്മെ വഴി നടത്തുമ്പോൾ ഈ കർത്താവ് നന്ദി പറഞ്ഞേ മതിയാകൂ. എത്രത്തോളം നന്ദി പറഞ്ഞാലും നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട് കടന്നു വരുന്നതിന് ദൈവം നമ്മെ സൂക്ഷിക്കുന്നില്ലേ? ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നില്ല? എത്രയോ പേർ ഭവനങ്ങൾ നിറഞ്ഞു പോയിട്ട് തിരിച്ച് ഡെഡ് ബോഡി ആയിട്ട് കടന്നു വരുമ്പോൾ
നമ്മയും നമുക്കുള്ള ആരെയും ബന്ധുക്കളെയോ കുഞ്ഞുങ്ങളോ ആരെയും അതിലൊന്നും ഉൾപ്പെടാതെ വണ്ണം ദൈവത്തിന്റെ കരം കാത്തു സൂക്ഷിച്ചതിനെ ഓർത്ത് ഓരോ ദിവസം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മെ ഓരോരുത്തരും നാം ഈ തകർന്നു പോയി അല്ലെങ്കിൽ ഇല്ല ഇനി ഏതെങ്കിലും ഒരു വഴി തുറന്നാലേ ഇനി ജീവിതമുള്ളൂ എന്ന് വരെ വിചാരിച്ച് വിഷമിച്ച് തകർന്നിരിക്കുന്ന ജീവിതങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ ഒന്ന് പറയട്ടെ, ഈ കർത്താവിന്റെ മുന്നിലേക്കൊന്ന് ഈ കർത്താവിലേക്കൊന്ന് നിങ്ങൾ ആശ്രയിക്കാമോ? ഈ കർത്താവിന്റെ മാറിലേക്ക് നിങ്ങളൊന്ന് ചാരാമോ? യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചതുപോലെ ഈ കർത്താവിന്റെ മാറോട് നമ്മളൊന്ന് ചേർന്നിരിക്കുമ്പോൾ കർത്താവിന്റെ ഹൃദയത്തെടുപ്പുകൾ അറിയാൻ തക്കണിടയായിത്തീരും. ഈ കർത്താവിന്റെ ഇഷ്ടങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന്റെ ഒരു നോട്ടം മാത്രം മതിയായിരിക്കും യോഹന്നാൻ അപ്പോസ്തലൻ കാര്യം മനസ്സിലാക്കണം. പക്ഷേ മറ്റുള്ള ശിഷ്യന്മാർക്ക് സംശയ നിവാരണം നടത്തുമ്പോൾ ഒരുപക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവിന്റെ ഒരു നോട്ടം മാത്രം മതിയായിരിക്കാം. കർത്താവിന്റെ ആ യോഹന്നാൻ അപ്പോസ്തലന്റെ ആൻസറിന്റെ മറുപടി എന്ന് പറയുന്നത് കർത്താവിന്റെ ഒരു നോട്ടം മാത്രമായിരിക്കും. പ്രിയമുള്ളവരെ, പലരും ദൈവത്തോട് ചോദ്യം ചെയ്യാൻ നിൽക്കുമ്പോൾ, പലരും ദൈവത്തിന് മുന്നിൽ എനിക്ക് എന്ത് പറ്റി, എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു എന്ന് ദൈവത്തോട് ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയൊരു നെടുവീർപ്പ് പോലും മനസ്സിലാക്കി ദൈവസ്നേഹത്താൽ നമ്മെ നിറയ്ക്കുവാൻ, നമ്മെ കർത്താവിൻ്റെ മാറോട് ചേർത്തണയ്ക്കുവാൻ, കർത്താവിൽ ഒന്നായിരിക്കുന്ന ഓരോ വ്യക്തിക്കും മാത്രമേ ദൈവത്തിൻ്റെ ആ സാന്നിധ്യം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ, ദൈവത്തിൻ്റെ ആ സ്നേഹം രുചിച്ചറിയാൻ കഴിയുള്ളൂ. നാം ഓരോരുത്തരും തളർന്നു പോകാതെ, മടുത്തു പോകാതെ, ക്ഷീണിച്ചു പോകാതെ ഓരോ ദിവസം ദൈവത്തോട് ചേർന്നിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നീളവും വീതിയും ആഴവും എന്തെന്ന് ഓരോ നിമിഷവും ഇങ്ങനെ രുചിച്ചറിഞ്ഞ് ഓരോ നിമിഷം പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദലഹരിയിൽ ആനന്ദിപ്പാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ കർത്താവ് നമ്മോട് ചേർന്നിരിപ്പാനിടയിത്തീരും. ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, നാം കർത്താവിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. നിങ്ങൾ പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നാം എത്രമാത്രം ദൈവത്തോട് അടുത്ത് ചെല്ലാൻ ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം കർത്താവ് നമ്മോട് ചേർന്ന് വരാൻ ആഗ്രഹിക്കുന്നു. യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-ാമത് വചനം ഇപ്രകാരം പറയുന്നു, ആകയാൽ നിങ്ങളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവിടെ നിന്ന് നിങ്ങളോട് അടുത്ത് വരും. നമുക്ക് ഓരോരുത്തർക്കും നാം ഓരോരുത്തരും ദൈവം നമ്മെ ഓരോരുത്തരെയും തേടി വന്നതാണ്. നാം ഒരിക്കലും കർത്താവിനെ തേടിപ്പോയവരല്ല, ദൈവം നമ്മെ ഓരോരുത്തരെയും തേടി വന്നതാണ്. നാം ആയിരുന്ന അവസ്ഥയിൽ, നാം തകർന്നിരുന്ന അവസ്ഥയിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും തേടി വന്നപ്പോൾ ഈ കർത്താവിന് നമ്മൾ തേടി വന്ന കർത്താവിനെ നമ്മൾ തിരികെ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്. നാം ഓരോരുത്തരും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലേണ്ടത് ആവശ്യമാണ്. നമ്മുടെ അടുക്കിലേക്ക്, നമ്മുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വന്ന ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം തിരികെ ചെല്ലേണ്ടത് ആവശ്യമാണ്. കർത്താവ് നമ്മെ തേടി വന്നു, ശരിയാണ്, കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ മേൽ പകർന്നു, ശരിയാണ്. പക്ഷേ ആ ആപത്ത് ഘട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ തകർച്ചയുടെ വക്കിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചപ്പോൾ, ദൈവം നമ്മെ യഥാസ്ഥാനത്ത് നമ്മെ ശക്തീകരിച്ച് ഉറപ്പിച്ചപ്പോൾ നാം ദൈവത്തെ അന്വേഷിച്ച് കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. ആകയാൽ നിങ്ങളെ തന്നെ ദൈവത്തിന് കീഴ്പ്പെടുത്തി നാം ഓരോരുത്തർക്കും ദൈവത്തിന് കീഴ്പ്പെടുന്ന മക്കളായി മാറണം. പിതാക്കന്മാർക്ക് അവരുടെ മക്കൾ എത്രത്തോളം താഴ്മയുള്ളവരായി, എത്രത്തോളം വിനയമുള്ളവരായി കീഴ്പ്പെടുത്തുന്നത് ഒരു സാധാരണ ലോകത്തിലെ ഒരു മനുഷ്യന് എത്രമാത്രം ആഗ്രഹിക്കുന്നു. അവരവരുടെ മക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അനുസരിക്കുന്നത് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. അതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്ന ഓരോ മക്കളും ദൈവത്തിന് കീഴ്പ്പെടേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ മനസ്സറിഞ്ഞ്, ദൈവത്തിന്റെ ആഗ്രഹം അറിഞ്ഞ്, ദൈവത്തിന്റെ സന്നിധി നമ്മൾ ഓരോരുത്തരും നിഷ്കള ഹൃദയത്തോടെ പെരുമാറണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കാരണം നാം ഓരോരുത്തരും ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് ദൈവത്തോട് ചേർന്നിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവം നമ്മുടെ അടുക്കലേക്ക് ഓടി വരുവാനിടയിത്തീരും. ദൈവത്തിന് കീഴ്പ്പെടുവിൻ, പിശാചിനോട് എതിർത്ത് നിൽക്കുവിൻ. നാം ദൈവത്തിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുള്ളൂ. പക്ഷെ പിശാചിനോട് എതിർത്ത് നിന്നിട്ട് ദൈവത്തോട് നമുക്ക് കീഴ്പ്പെടുന്ന ഒരു മനോഭാവമല്ല വേണ്ടത്. നാം ആദ്യം ദൈവത്തിന്റെ സന്നിധി നമ്മൾ കീഴ്പ്പെടണം. നാം ദൈവസന്നിധിയിൽ കീഴ്പ്പെടുമ്പോൾ ദൈവത്തിൻ്റെ ആ സാന്നിധ്യവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മൾ പ്രാപിക്കുമ്പോൾ പിശാച് എന്ന തനിയെ നമ്മിൽ നിന്ന് ഓടിയകലുവാനിടയായിത്തീരും. നാം എത്രത്തോളം ദൈവത്തിന് കീഴ്പ്പെടുന്നുവോ, എത്രത്തോളം ദൈവസന്നിധി നമ്മൾ വിനയപ്പെടുന്നുവോ, എത്രത്തോളം ദൈവസന്നിധി നമ്മുടെ ഹൃദയങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നുവോ അത്രത്തോളം പിശാച് നമ്മിൽ നിന്ന് അകലും. കാരണം അവന് നമ്മിലേക്ക് അടുക്കുവാൻ കഴിയാതാണ്. അത് താനേ, ദുഷ്ടൻ ആരും ഓടിക്കാതെ താനേ ഓടിപ്പോകുന്നെന്ന് വചനം പറയുന്നത് പോലെ പിശാചിനോട് നമ്മൾ എതിർത്ത് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ പിശാചിന് നമ്മൾ അവസരം കൊടുക്കാതെ ദൈവസന്നിധിയിൽ നമ്മൾ പൂർണ്ണ
പൂർണ്ണമായും കീഴ്പ്പെട്ട് ദൈവസന്നിധി നമ്മൾ വിനയമുള്ളവരായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധി താഴ്ത്തി ഏൽപ്പിച്ചെടുക്കുമ്പോൾ നമ്മളുള്ള ദൈവിക ശക്തി അല്ലെങ്കിൽ നമ്മിലുള്ള ദൈവകൃപ തിരിച്ചറിഞ്ഞ് പിശാച് എത്രത്തോളം നമ്മൾ ദൈവത്തിന് കീഴ്പ്പെടുന്നു അത്രത്തോളം പിശാച് നമ്മിൽ നിന്ന് ഓടി അകലുവാനിടയായിത്തീരും. പിശാചിന്റെ മുന്നിൽ നമ്മൾ എതിർത്ത് നിൽക്കേണ്ട കാര്യമില്ല, അവൻ താനേ ഓടിപ്പോകുവാനിടയായിത്തീരും. കാരണം നമ്മിലുള്ള ദൈവശക്തി നാം എത്രമാത്രമെന്ന് നാം അറിയുന്നതിനേക്കാൾ ഒത്തിരി അളവിൽ പിശാച് നമ്മിലുള്ള ദൈവകൃപ തിരിച്ചറിയാൻ സാധ്യതയുണ്ട്. പിശാചിനെ തിരിച്ചറിയാൻ കഴിയും. കാരണം നാം ഓരോരുത്തർക്കും ആനയുടെ വലിപ്പം ഒരിക്കലും ആനയ്ക്ക് അറിയാൻ കഴിയാത്തതുപോലെ നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവ് എത്രമാത്രമെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ പിശാചിനത് വ്യക്തമായി അറിയാം. നമ്മൾ കാൽ വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കാലുകൾ നമ്മുടെ പാദങ്ങൾ തീയായിരിക്കുന്നത് പിശാചിന് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ ആ ദൈവശക്തി വ്യാപരിക്കുന്നത് നമ്മുടെ ആത്മാവിൽ, അത് നമ്മുടെ ദൈവശക്തി നമ്മിൽ വ്യാപരിക്കുന്നത് പിശാചിനെ തിരിച്ചറിയാൻ കഴിയും. ഒരുപക്ഷെ നാം അതിൻ്റെ അളവ് എത്രമാത്രമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷേ പിശാചിന് നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയുടെ അളവ് എത്രമാത്രമാണെന്ന് പിശാച് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് പോലും വരാൻ കഴിയാതെ അത് മാറിപ്പോകാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും എത്രമാത്രം ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ നമ്മിലുള്ള കഷ്ടതകൾ മാറിപ്പോകും. നിരാശയില്ലാത്ത മനുഷ്യരില്ല, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ല, തളർന്നു പോകാത്ത മനുഷ്യരില്ല. കുടുംബതലത്തിലാകട്ടെ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളിലാകട്ടെ, ഭർത്താവിൻ്റെ കാര്യങ്ങളിലാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ബിസിനസ് പരമായോ ഉപജീവന മാർഗത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാത്ത ഒറ്റ മനുഷ്യരില്ല. പക്ഷേ ഏത് പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയും ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഇതെല്ലാം താനേ മാറിപ്പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് കാര്യമാണ്. നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം, ഏത് പ്രശ്നമായിക്കൊള്ളട്ടെ, പ്രശ്നം ഏതുമായിക്കൊള്ളട്ടെ, പക്ഷേ എല്ലാറ്റിനും ഏക പരിഹാരം ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രമാണ്. നമ്മൾ ദൈവ സാന്നിധ്യത്തിനുള്ളിൽ ആയിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം താനേ മാറിപ്പോകാനിടയായിത്തീരും. തീയുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ തീയുടെ അടുക്കൽ കുറച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന ഒത്തിരി വിറകുകളെ കൊണ്ട് തീയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ കെട്ടുകൾ താനേ പൊട്ടിപ്പോകുന്നത് പോലെ നമ്മെ എത്ര പൈശാചികമായ ശക്തികളാവട്ടെ, കടഭാരങ്ങളാവട്ടെ, നമ്മെ എത്രമാത്രം ഞെരുക്കി നമ്മെ മുറുക്കി വെച്ചിരുന്നാലും, പക്ഷെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനുള്ളിൽ നമ്മൾ ആയിരുന്നു കഴിഞ്ഞാൽ, എപ്പോഴും ദൈവഹിതത്തിനൊത്തോളം നമ്മൾ ജീവിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ താനെ ഇതെല്ലാം പൊട്ടിമാറാൻ ഇടയായിത്തീരും. കാരണം ദൈവ സാന്നിധ്യത്തിന് മുന്നിൽ, ദൈവത്തിന്റെ പരിശുദ്ധമായ തീക്ക് മുന്നിൽ ഒരു ദുഷ്ടന് നിൽക്കാൻ കഴിയില്ല. നാം ഓരോരുത്തരെ തിരിച്ചറിയണം. നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി നാം തിരിച്ചറിയണം. കാരണം പിശാച് നമ്മേക്കാൾ അധികമായി തിരിച്ചറിയുമ്പോൾ നാം അതിനൊരു വില കൊടുക്കാതിരിക്കരുത്. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്, ദൈവത്തിന്റെ ആ സാമീപ്യത്തിന് നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുമോ അത്രത്തോളം നമ്മൾ അതിന് ദൈവ സാന്നിധ്യത്തിന് നമ്മൾ വില കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വില കൊടുക്കണമെന്നല്ല, അതിന് വിലയുള്ളതായി നമ്മൾ കരുതണം. വളരെ ഗൗരവമായി തന്നെ കരുതണം. കാരണം ദൈവ സാന്നിധ്യം, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ പ്രിയ മകനാണ്. ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ പ്രിയ മകളാണ്. ലോകമത് കണ്ടില്ല എന്നിരിക്കാം, പക്ഷേ ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് നമ്മൾ ഓരോരുത്തരും. ദൈവത്തിന്റെ കുഞ്ഞിനെ തൊടുന്നതിന്, ദൈവത്തിന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നതിന് തുല്യമാണ് ദൈവത്തിന്റെ വചനം നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നാം ഓരോരുത്തരും എത്രത്തോളം കർത്താവിനോട് ചേർന്നിരിക്കുമോ, നാം സംസാരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം ദൈവം ആരെന്ന് ദൈവം വെളിപ്പെടുത്തുന്നതിനിടയിൽ ദൈവത്തിന് പകരം നാം സംസാരിക്കാൻ എണീറ്റ് കഴിഞ്ഞാൽ ദൈവത്തിന് അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതായി പോകും. പക്ഷേ നാം ഓരോരുത്തരും മിണ്ടാതിരുന്ന് ദൈവം ആരെന്ന് നമ്മൾ ഓരോ കാര്യങ്ങളിലും ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടണമെങ്കിൽ നാം ഓരോരുത്തരും ദൈവത്തിന് കീഴ്പ്പെടുന്ന മക്കളായി മാറണം. എപ്പോഴും ഏത് കാര്യങ്ങളിലും ദൈവത്തോട് കീഴ്പ്പെട്ട് ദൈവത്തിൽ താഴ്മയുള്ള മക്കളായി നാം ഓരോരുത്തരും ആയിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മിൽ വലിയ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. ദൈവത്തിന് നമ്മിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മെ തന്നെ ദൈവസന്നിധിക്ക് നമുക്ക് കീഴ്പ്പെടുത്താം. നാം ഓരോരുത്തരും ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരങ്ങളാന്നുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടായിരിക്കട്ടെ. നമ്മുടെ സംസാരത്തിൽ ദൈവഹിതത്തിലില്ലാത്തതെല്ലാം മാറ്റിക്കളയണം. നമ്മുടെ സംസാരം, വ്യർത്ഥ സംസാരങ്ങൾ മാറിപ്പോകട്ടെ. നമ്മിൽ നിന്ന് ദൈവ സാന്നിധ്യം മാറുവാൻ, അല്ലെങ്കിൽ നമ്മിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടമാകുവാൻ, നമ്മിൽ നിന്ന് ദൈവ സാന്നിധ്യം ചോർന്നു പോകാൻ കാരണമായി വ്യർത്ഥ സംസാരങ്ങൾ മാറിപ്പോകട്ടെ. നമ്മൾ ദൈവത്തിന് ഹിതമില്ലാത്ത കാഴ്ചകൾ നമ്മിൽ നിന്ന് മാറിപ്പോകട്ടെ. നാം എപ്പോഴും ഞാൻ ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, ഒത്തിരി ചിലരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഒഴിഞ്ഞ പാത്രമായി കടന്നു കർത്താവേ എന്നെ നിറഞ്ഞ പാത്രമാക്കി തീർക്കണമെന്ന്. നാം എപ്പോഴും ഒഴിഞ്ഞ പാത്രങ്ങൾ മാത്രമായിരിക്കും, നാം എപ്പോഴും നിറഞ്ഞു കവിയുന്ന പാത്രങ്ങളായി മാറണം. ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. എപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ഇല്ലായ്മ നമ്മൾ പറയുന്നു, നമ്മുടെ ഭൗതിക കാര്യങ്ങൾ നമ്മൾ ഇല്ലായ്മ പറയുന്നത് പോലെ നമ്മുടെ ആത്മീക കാര്യങ്ങൾ നമ്മൾ ഇല്ലായ്മ പറയുന്നവരായി മാറരുത്. എപ്പോഴും എന്നെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എന്നിലൂടെ നിറഞ്ഞു കവിയണം. കർത്താവേ എന്നിലേക്കൊന്ന് ഇറങ്ങി വരണം, പരിശുദ്ധാത്മാവ് എന്നിലേക്കൊന്ന് വരണം, പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണം, പരിശുദ്ധാത്മാവ് എന്നിൽ നിറഞ്ഞു കവിയണം, എന്നിലേക്കൊന്ന് കർത്താവ് എന്നിൽ പരിശുദ്ധാത്മാവിന്റെ നദി എന്നിലൂടെ നിറഞ്ഞു കവിയണമെന്ന്
എന്ന് എത്രമാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവസന്നിധി നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്ത്. നിങ്ങളുടെ പാപപങ്കിലമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളിലേക്ക് ഒഴുകുവാൻ തടസ്സമായിരിക്കുന്നതെല്ലാം നിങ്ങൾ മാറ്റുവാൻ ശ്രമിക്കണം. കർത്താവിന്റെ രക്തത്താൽ നിങ്ങൾ കഴുകൽ പ്രാപിക്കണം. ഈ കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ദൈവഹിതത്തിനൊത്തവണ്ണം ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവത്തിന്റെ മനസ്സറിഞ്ഞ മക്കളായി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നദി നിങ്ങളിലേക്ക് വ്യാപരിപ്പിനിടയിൽ ഒരു താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളമൊഴുകി എത്തുന്നത് പോലെ ഉയർന്ന സ്ഥലത്തേക്ക് വെള്ളമൊഴുകി പോകാൻ ഒത്തിരി പാടാണ്. അഹങ്കാരികളിലേക്ക് ദൈവസാന്നിധ്യം വ്യാപരിപ്പാൻ അല്ലെങ്കിൽ അഹങ്കാരത്തോടിരിക്കുന്ന നിഗളികളായിരിക്കുന്ന വ്യക്തികൾ ജീവിതങ്ങളോട് അല്ലെങ്കിൽ നിഗളമുള്ള ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഒഴുകുന്ന ഒത്തിരി പാടാണ്. ഒഴുകാൻ കഴിയത്തില്ല. കാരണം അഹങ്കാരികളെ ദൈവം വെറുക്കുന്നു, ഉന്നത ഭാവമുള്ളവരെ ദൈവം വെറുക്കുന്നു. പക്ഷേ താഴ്മയുള്ളവർക്കോ ദൈവത്തിന്റെ കൃപ നൽകുന്നു. അപ്പോൾ താഴ്മയുടെ ദൈവസന്നിധിയിൽ താഴ്മയുള്ള ഒരു ഹൃദയമായി നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ മാറ്റുമ്പോൾ, ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ ആ താഴ്ന്ന പ്രദേശത്തേക്ക് വെള്ളം ഒഴുകി എത്തുന്നത് പോലെ നിങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ നദി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളിലേക്ക് ഒഴുകുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ നദി ഒരിക്കലും സ്റ്റോപ്പായി തീരുവാൻ നിങ്ങൾ ഒരു കാരണമായി തീരരുത്. നിങ്ങളിലേക്ക് വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി ചോർന്നു പോകുവാൻ, നിങ്ങളിൽ നിന്ന് ചോർന്നു പോകാൻ നിങ്ങളൊരു കാരണമായി തീരരുത്. കാരണം നിങ്ങൾ പകർന്നിരിക്കുന്ന ആത്മാവിനെ ഒരിക്കലും ദൈവം തിരിച്ചെടുക്കത്തില്ല. അതിന് നിങ്ങളിലേക്ക് നിറഞ്ഞു കവിയുന്ന ഒരു അളവിലേക്ക് കൊണ്ടുവരുവാൻ, ക്രിസ്തു എന്ന തലയോളം നിങ്ങളെ വളർത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ വ്യർത്ഥ സംസാരം നിങ്ങളുടെ ദൈവിക സാന്നിധ്യത്തെ മാറ്റുവാൻ ഇടയായി തീരരുത്. നിങ്ങളുടെ ജഡമോഹം നിങ്ങളുടെ ദൈവ സാന്നിധ്യത്തെ മാറ്റുവാൻ അതൊരു കാരണമായി തീരരുത്. നിങ്ങളുടെ പാപഭംഗികൾ, നിങ്ങളുടെ പാപചിന്തകൾ, നിങ്ങളുടെ പാപപ്രവർത്തികൾ നിങ്ങളിലേക്ക് പകർന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം മാറ്റുവാൻ നിങ്ങളൊരു കാരണമായി തീരരുത്. കാരണം നിങ്ങളുടെ ദൈവത്തിന് വലിയ പദ്ധതികൾ ചെയ്യാനിരിക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് ദൈവം വലിയ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ, വൻ കാര്യങ്ങൾ നിങ്ങളോട് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾ ഇന്ന് ഒരു ചോർച്ചയുള്ള ഒരു പാത്രം പോലെ നിങ്ങൾ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ, നിങ്ങളെ ശക്തീകരിപ്പാൻ, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, പത്രോസിന്റെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ധൈര്യത്തോടെ ധൈര്യസമേതനായി 3000 പേരെ സ്നാനപ്പെടുത്താൻ തക്കവണ്ണം അവരോട് ദൈവത്തിന്റെ വചനങ്ങളെ ഘോഷിപ്പാൻ ദൈവം പത്രോസിനെ അധികാരപ്പെടുത്തിയതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും, ഓരോ വ്യക്തികളെയും, ദൈവത്തിന്റെ വിളി അതിനനുസരിച്ചുള്ള ഓരോ വ്യക്തികളെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിങ്ങളെ നിറച്ച് അനേകായിരങ്ങൾക്ക് മുമ്പിൽ ദൈവം നിങ്ങളെ നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന്റെ സാന്നിധ്യത്തെ ചോർത്തുന്നവരായി മാറരുത്. ദൈവം ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് എത്രത്തോളം അടുത്ത് ചെല്ലാൻ കഴിയുമോ, എത്രത്തോളം ദൈവത്തോട് ചേർന്നിരിപ്പാൻ കഴിയുമോ, ഒരു പിതാവിന്റെ മാറോട് ഒരു കുഞ്ഞപ്രകാരം ചേർന്നിരുന്നു കൊണ്ട് ആ പിതാവിന്റെ ചൂട് അനുഭവിക്കുന്നു. അതുപോലെ ഈ നാളുകൾ ദൈവത്തിന്റെ സാന്നിധ്യം ഒരു പിതാവിന്റെ മാറോട് ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ നിങ്ങളൊന്ന് കണ്ടാട്ടെ. നിങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മാറോട് ചേർന്നിരുന്നു കൊണ്ട് കർത്താവിന്റെ സാന്നിധ്യം നുകർന്നാട്ടെ. ഈ കർത്താവിന്റെ ആനന്ദലഹരി, പരിശുദ്ധാത്മാവിന്റെ ആനന്ദലഹരി അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് അറിയാൻ കഴിയും. ഈ കർത്താവിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിൽ നടക്കുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവം ആ എല്ലാവരെ കുറിച്ചും വിശുദ്ധ മന്ദിരമായി, ദൈവത്തിന്റെ മക്കളെ വിശുദ്ധ മന്ദിരമായി ദൈവം തീർക്കുമ്പോൾ നാം ആരും അശുദ്ധിയിലേക്ക് കടന്നു ചെല്ലരുത്. കാരണം അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടേതാണ്, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ വിശുദ്ധി ജീവിതം നയിക്കുന്ന, വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തി ഇനിയും തന്നെ വിശുദ്ധീകരിക്കണം. ദൈവത്തെ കാത്തു സൂക്ഷിക്കണം. ദൈവ കൃപയിൽ സ്വന്തം റിസ്കിൽ ആരും കാത്തു സൂക്ഷിക്കാൻ നിന്നാലും അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല. പക്ഷെ ദൈവ കൃപയിൽ ഒരു വ്യക്തി എപ്രകാരം സൂക്ഷിപ്പാൻ കഴിയുമോ, ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഒരു വ്യക്തി തന്നെ സൂക്ഷിപ്പാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ പരിശുദ്ധാത്മാവൻ ദൈവ സൂക്ഷിപ്പാനിടയത്തിനും. ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മാവിൽ ദൈവത്തോട് ഒന്നായി ചേർന്നുവാനിടയായിത്തീരും. ദൈവ സാന്നിധ്യമുള്ള ഒരു വ്യക്തിക്ക്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിൽ ദൈവത്തോട് ഒന്നായി തീരുവാൻ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, നാം ഓരോരുത്തരും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിനോട് പറ്റിച്ചേർന്ന് ആത്മാവിൽ ദൈവത്തോട് ചേർന്നിരിപ്പാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ നാം തന്നെ അതിനൊരു തടസ്സമായി മാറരുത്. നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ അതെല്ലാം മാറിപ്പോകട്ടെ. ദൈവത്തിന് ഹിതമില്ലാത്തതെല്ലാം നമ്മിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവത്തോട് പറഞ്ഞിട്ട് കർത്താവെ, ദൈവത്തിന്റെ സാന്നിധ്യം വഹിപ്പാൻ തക്കണം, ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ തക്കണം. തടസ്സമായി നിൽക്കുന്ന സകല അഴുക്കുള്ള അവസ്ഥകളെയും എന്നിൽ നിന്ന് മാറ്റി പൂർണ്ണമായും പരിശുദ്ധാത്മാവ് രക്തത്താൽ എന്നെ കഴുകണമെന്ന് നമുക്ക് പറയാം. ദൈവത്തോട് ചേർന്നിരിക്കാം. ഈ നാളുകളിൽ ദൈവത്തിന്റെ വരവ് എപ്പോഴാണെന്നോ നമ്മുടെ ഓരോരുത്തരുടെ അവസാനം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതാണ് സംഭവിച്ചാലും, ഏതാണ് ആദ്യം സംഭവിച്ചത്, കർത്താവിന്റെ വരമായിരിക്കാം ആദ്യം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ മരണമായിരിക്കാം സംഭവിക്കുന്നത്. പക്ഷേ ഏത് സംഭവിച്ചാലും നമ്മുടെ നിത്യത ദൈവത്തോട് ആയിരിക്കണമെങ്കിൽ, ദൈവത്തോട് കൂടെ മാത്രമായിരിക്കണമെങ്കിൽ, സ്വർഗരാജ്യത്തെ നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ ആത്മാവിൽ ദൈവത്തോട് ഒന്നായി ചേർന്നിരുന്നാൽ മാത്രമേ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് അതിനായി ശ്രമിക്കാം. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അപ്പാ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ,
യേശുപ്പ ഇത്രയും നേരം കർത്താവെ ഇതുവരെ അപ്പ അവിടുത്തെ സാന്നിധ്യത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനെ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. യേശുപ്പ ദൈവത്തിന്റെ വചനത്തെ കർത്താവെ ഞങ്ങൾ ഒരിക്കൽ കൂടി ചിന്തിപ്പാൻ ദൈവത്തോട് സഹായിച്ചല്ലോ കർത്താവെ. ആത്മാവിൽ അവിടത്തോട് കർത്താവെ ഒന്നായി തീരുവനപ്പച്ച ദൈവത്തോട് ചേർന്നിരിക്കുന്നതിന് കർത്താവെ ആത്മാവിൽ അവിടത്തോട് ഒന്നായി തീരുന്നുള്ള വചനം ഞങ്ങളെ ഇന്ന് കർത്താവ് പഠിപ്പിച്ചതിനായി നന്ദി കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരും വിശുദ്ധ മന്ദിരങ്ങളാക്കി ദൈവം മാറ്റിയിരിക്കുമ്പോഴപ്പച്ച അശുദ്ധിയിലേക്ക് ഇനി പോകുവാനല്ല കർത്താവെ, ദൈവമുള്ള മക്കളായി ദൈവം വസിക്കുന്ന മക്കളായി ക്രിസ്തു വാഴുന്നവരായി കർത്താവ് വിശുദ്ധിയോടെ തന്നെ ജീവിപ്പാൻ കർത്താവെ അങ്ങയുടെ വരവെങ്കിൽ കർത്താവെ പച്ച കാഹളനാദം കേൾക്കുമ്പോൾ എടുക്കപ്പെടുന്നവരായി ഞങ്ങളെ ഓടന്ന് മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. യേശുപ്പായി ശബ്ദപരിധിക്കുള്ളിൽ ആയിരിക്കുന്ന ആരെങ്കിലും കർത്താവെ രോഗത്താലോ ഭാരത്താലോ പ്രയാസത്തിലോ ആയിരിക്കുന്നതിന് കർത്താവെ ദൈവത്തിന്റെ കരം കർത്താവെ സൗഖ്യമാക്കുന്ന ശക്തിയുള്ള കരം അവരുടെ മേൽ കർത്താവെ അപ്പൊ ഈ നിമിഷം തന്നെ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. രോഗസൗഖ്യം കർത്താവെ എന്റെ ദൈവത്തിന് മാത്രമുള്ളത് കർത്താവെ. മനുഷ്യർക്ക് അസാധ്യമാണ് കർത്താവെ, ഒരു മനുഷ്യന് രോഗസൗഖ്യം നൽകാൻ കഴിയില്ല, പക്ഷേ സ്വർഗസ്ഥനായ എന്റെ ദൈവത്തിന് മാത്രമേ അത് കഴിയുള്ളൂ കർത്താവ്. ദൈവം അത് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്ര. ഭാരങ്ങൾ മാറിപ്പോകട്ടെ കർത്താവെ, പ്രതിസന്ധികൾ മാറിപ്പോകട്ടെ കർത്താവെ. യേശുപ്പ തളർന്നിരിക്കുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് ഹൃദയത്തിൽ ദൈവത്തിന്റെ സമാധാനം ദൈവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പൊ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അതേ ശ്രദ്ധയോടെ കരുതിക്കൊണ്ട് ദൈവഹിതത്തിനൊത്ത് ജീവിപ്പാൻ തക്കണം ജനത്തെ ദൈവോടൊന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. ദൈവർക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുന്നതിനായി സ്തോത്രം കർത്താവെ. യേശുപ്പ പാവപ്രവൃത്തികളാൽ രോഗത്താൽ ഭാരം പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവെ ദൈവത്തിന്റെ കര അവരുടെ മേൽ വരണം കർത്താവ്. കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുക അപ്പ എല്ലാ രോഗാത്മാവിനെയും ദൈവത്തിന്റെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ മാറ്റി കർത്താവ് മാറിപ്പോകാൻ കൽപ്പിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ നിന്ന് വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല രോഗാത്മാവിനെ ദൈവം തകർത്തതിനായി സ്തോത്രം കർത്താവെ. ദൈവത്തിന്റെ ഉത്തമ സാക്ഷ്യമുള്ള മക്കളായി ജീവിക്കട്ടെ കർത്താവെ. ദൈവത്തിന്റെ വരമെങ്കിൽ എടുക്കപ്പെടുവാൻ കർത്താവെ മക്കളെ അവിടെ നിന്ന് സഹായിക്കുന്നതിനായി സ്തോത്രം. സകല മഹത്വന്റെ കർത്താവിന് പ്രാർത്ഥനയുടനായി സ്തോത്രം. യേശുക്രിസ്തു നാമത്തിന്റെ പിതാവേ ആമേൻ. കർത്താവായ യേശുക്രിസ്തു നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.